ശബരിമല സ്വർണ്ണപീഠം കാണാതായെന്ന പരാതിയിലെ സിനിമാ കഥയെ വെല്ലും വിധമുള്ള ട്വിസ്റ്റിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളം. ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കും വിധം പരാതി ഉന്നയിച്ചിരുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പക്ഷേ അന്വേഷണത്തിനൊടുവിൽ പ്രതിക്കൂട്ടിലായതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. സ്വർണ്ണപ്പാളി പീഠം വിവാദം ആകെ ദുരൂഹമായതോടെ ഹൈക്കോടതി നിർണായക ഇടപെടൽ നടത്തി ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചു. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതിലടക്കം കോടതി സംശയം പ്രകടിപ്പിച്ചു. വാദി പ്രതിയാവുകയാണോ ശബരിമല ദ്വാരപാല പീഠം സ്വർണ്ണപ്പാളി വിവാദത്തിൽ? ആദ്യമാർദി എക്സ്ട്രാ. മമ്മൂട്ടി SN സ്വാമി CBI സിനിമയുടെ ക്ലൈമാക്സിലെ ടേലർ മണി എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് ശബരിമലയിലെ സ്വർണ്ണപീഠ വിവാദം പുരോഗമിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണപീഠം കഴിഞ്ഞ 4 കൊല്ലമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവിലും കൈവശവും ഉണ്ടായിരുന്നുവെന്ന വിവരം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. ദേവസ്വം ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും എല്ലാം പ്രതിക്കൂട്ടിലാക്കിയ വിവാദത്തിൽ കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായത്. ഹൈക്കോടതി ഇടപെടലിൽ അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസാണ് പരാതിക്കാരന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠം കണ്ടെത്തിയത്. ഇതോടെയാണ് സംഭവത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഗൂഢാലോചനയും ദുരൂഹതയും സംശയിക്കുന്നത്. പീഠം കൈവശമുണ്ടായിരുന്നിട്ടും പരാതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സംശയ നിഴലിലാക്കിയെന്നാണ് സർക്കാരിന്റെ ആരോപണം. അയ്യപ്പ സംഗമം നടക്കാനിരിക്കെ പരാതിയും പുറത്തുവന്നു. പീഠം കൈവശം വെച്ച് സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചതെന്ന അടക്കമുള്ള വിവരങ്ങളും ദേവസ്വം വിജിലൻസിന് ലഭിച്ചു. വരും ദിവസങ്ങളിൽ വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് പടരുമെന്നാണ് ഇതെല്ലാം നൽകുന്ന സൂചന. ന്യൂസ് മലയാളം. സ്വർണ്ണപീഠം കാണാതായതിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട് എന്ന് സർക്കാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവരെയും വിഡ്ഢികളാക്കിയെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതിക്കൂട്ടി നടത്തിയ നീക്കമാണ് പീഠം ഒളിപ്പിച്ചു വച്ചതിന് ശേഷം കള്ളം പറഞ്ഞതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആരോപണം. സ്വർണ്ണക്കള്ളൻ എന്ന വിളി കേൾപ്പിച്ചതിന് ആരുത്തരം പറയും എന്നും PS പ്രശാന്ത് ചോദിച്ചു. വാക്കുകളിലേക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? പീഠം വിവാദത്തിന്റെ തുടക്കം എവിടെയാണെന്ന് പരിശോധിക്കാം. കോവിഡ് കാലത്താണ് ശബരിമല ദ്വാരപാലക ശില്പം പൊതിയുന്ന സ്വർണം പൂശിയ പാളി സമർപ്പിച്ചത്. സ്വർണം പൂശിയ പിത്തള പാളി വഴിപാടായി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബമാണ്. പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് വിവാദമുണ്ടായത്. സ്വർണം പൂശിയ പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4 കിലോഗ്രാം കുറവുണ്ടായി എന്നാണ് ആരോപണം. ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി. വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. താങ്ങുപീഠവും സമർപ്പിച്ചിരുന്നു. ഇതും കാണുന്നില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ പിന്നീട് ഉണ്ടായത്. പീഠത്തിലെ ട്വിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഹൈക്കോടതി ഇടപെടലിൽ പീഠം കണ്ടെത്തുന്നതിനും ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി. ഒടുവിൽ പീഠം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. എന്താണ് പീഠത്തിന് പറ്റിയത്? സ്വർണ്ണപ്പാളിക്കൊപ്പം 2019 തന്നെ ശില്പങ്ങൾക്കുള്ള പീഠവും നിർമ്മിച്ചിരുന്നു. പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ ശില്പങ്ങളുടെ വലിപ്പവുമായി ഇത് ചേർന്നില്ല, പൊരുത്തപ്പെട്ടില്ല. ശില്പത്തിന് പാകമായി പുതുക്കി പണിയാൻ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ വാങ്ങി. 2021 മുതൽ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചത് സുഹൃത്ത് വാസുദേവന്റെ വീട്ടിലാണ്. വാർത്തയും വിവാദവുമായതോടെ പീഠം സൂക്ഷിക്കാനാകില്ലെന്ന് വാസുദേവൻ അറിയിച്ചു. വാസുദേവൻ പീഠം തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം വെഞ്ഞാറമൂട്ടിലെ സഹോദരി മിനിയുടെ വീട്ടിലേക്ക് മാറ്റി. ദുരൂഹത തോന്നിയതോടെ പോറ്റിയുടെ വീടുകളിൽ ദേവസ്വം വിജിലൻസ് റെയ്ഡ് നടന്നു. പീഠം കണ്ടെടുക്കുകയും ചെയ്തു. എന്തായിരുന്നു പോറ്റിയുടെ ലക്ഷ്യം? പീഠവും
പാളിയും മറയാക്കി പൂജയുടെ പേരിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്ന് സൂചനയുണ്ട്. പീഠം ശബരിമല സ്ട്രോങ് റൂമിൽ രഹസ്യമായി എത്തിക്കാനും നീക്കം നടത്തി. പീഠം കാണാനില്ല എന്ന വ്യാജ പരാതി നൽകിയത് അയ്യപ്പ സംഗമത്തിന് തൊട്ടുമുമ്പാണ്. ഈ സമയത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആശയവിനിമയങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇതിൽ പോറ്റിയുടെ ന്യായീകരണം കൂടി നോക്കാം. പീഠം സ്ഥാപിക്കാൻ കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും സുഹൃത്താണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. 4 വർഷമായി സുഹൃത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വിവരം പറഞ്ഞിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ സന്നിധാനത്തെ രജിസ്റ്ററുകൾ പൂർണ്ണമല്ല, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട്. സ്ട്രോങ് റൂമിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കണം. തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ശബരിമലയിലെ ഉദ്യോഗസ്ഥരെ അന്വേഷണം സംബന്ധിച്ച ഒരു വിവരവും അറിയിക്കരുത്. കെടുകാര്യസ്ഥതയിൽ ഉദ്യോഗസ്ഥർക്കടക്കമുള്ള പങ്ക് അന്വേഷിക്കാനും നിർദ്ദേശമുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സനീഷ്, ഇത് മൊത്തത്തിൽ ഈ എപ്പിസോഡ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? സ്വർണം ഉള്ളതുകൊണ്ട് ഇതിലിപ്പോ ശബരിമല, സ്വർണം രണ്ടും വളരെ അമൂല്യമായിട്ടുള്ള സംഗതികളാണല്ലോ. സ്വർണത്തിന് 84,000 രൂപ മറ്റാണ് പവന്. എന്നുവെച്ചാൽ നമ്മൾ റെക്കോർഡ് വിലയിൽ നിൽക്കുകയാണ് സ്വർണത്തിൻ്റെ വിലയെക്കുറിച്ച് പിന്നെ മലയാളികളോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ശബരിമലയാണെങ്കിൽ അതേക്കാൾ കൂടുതൽ അമൂല്യമായതാണ്. അതിനെ വില വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര വില എന്ന് പറയാൻ പറഞ്ഞൊരു പണത്തൂക്കം വെച്ചൊന്നും അളന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇത്രയും ഗൗരവതരമായിട്ടുള്ള 2 സംഗതികൾ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്തെ കാര്യങ്ങളെ ഇത്ര കലസമായിട്ടാണോ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന സംശയം സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. അതായത് ഒരാൾ വളരെ സമ്പന്നനായിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ സ്വർണം ദേവസ്ഥാനത്തേക്ക് സമർപ്പിക്കുക. അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. അത് പിന്നീട് അറ്റകുറ്റപ്പണി നടത്താൻ അയാൾ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ദേവസ്വം സംവിധാനങ്ങളുടേത് ഈ ദേവസ്വം ബോർഡിൻ്റെ കാലത്താണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. ഈ സംവിധാനം അത് തിരിച്ച് അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ കിലോ കണക്കിന് സ്വർണ്ണമാണ് അല്ലേ? ഇല്ല, കിലോ ഇല്ല. സ്വർണം കൂടെ ചേർന്നത് ജമ്പും എല്ലാം കൂടെ ചേർന്ന് എന്നാലും വലിയ മൂല്യമുള്ളതാണ് സ്വർണം മുകളിൽ പൂശിയിരിക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് ഇയാൾ തന്നെയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരോ മറ്റോ കൂടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇത്രയ്ക്ക് ലാഘവത്തോടെയാണോ ചെയ്യേണ്ടത്? ഈ സംവിധാനങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒന്ന്, ഈ ശബരിമലയിലേക്ക് സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെയും കർണാടകയിലൊക്കെ വലിയ ബിസിനസ്സുകാർ അവരുടെ ബിസിനസ്സിലെ ഒരു പങ്കാളിയായിട്ട് അയ്യപ്പനെ മനസ്സിൽ വെക്കും. എന്നിട്ട് ഓരോ വർഷവും ശബരിമലയിലേക്ക് വരുമ്പോൾ ആ ബിസിനസ് ഉണ്ടാക്കിയ ലാഭം സ്വർണ്ണമായിട്ടും മറ്റും അവിടെ നിക്ഷേപിക്കും അത്രേ. അതായത് ഈ അയ്യപ്പൻ പങ്കാളിക്കുള്ള പാർട്ട്ണർഷിപ്പിനുള്ള ഇത് എന്ന മട്ടിൽ അവിടെ നിക്ഷേപിക്കും. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ ഒരുപാട് അവിടെ സ്വർണ്ണവും ധനമൊക്കെ ഒരുപാട് വന്ന് കുമിഞ്ഞു കൂടുന്നൊരു ക്ഷേത്രമാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്കുള്ളൊരു വിലയില്ലായ്മ അങ്ങനെ സംവിധാനം കാണിക്കാൻ പാടുണ്ടോ എന്ന സംശയമാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, എന്താണ് അയാളുടെ രാഷ്ട്രീയം എന്ന് കൂടിയൊക്കെ മനസ്സിലാക്കിയാലേ ഇതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം തെളിയുമെന്നാണ് എനിക്കിതൊക്കെ വായിച്ചുകയും കാണുകയും ചെയ്തപ്പോൾ മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറ്റപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവിടെ ഇത്രയും വലിയ മൂല്യവത്തായുള്ള സംഗതി കൊടുത്തത്. അപ്പോൾ അത്രയും മൂല്യവത്തായുള്ള സംഗതി കൊടുത്ത ഒരാൾ അതും എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും ആ പണത്തിനോടുള്ള ആർത്തി കൊണ്ടുപോയി വീട്ടിൽ വെക്കുമോ എന്നൊരു സംശയം വരികയാണ്. എന്നാൽ അതേസമയം ഈ ഒരു തവണ ദേവസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഈ സ്വർണം പാളിയും പീഠവും മറ്റുമൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് അത് പൂജിച്ചാൽ വേറെ ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നതിലേക്ക് ഇയാൾ പോയതാണോ, അല്ലെങ്കിൽ ഇയാളുടെ സുഹൃത്ത് പോയതാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ വരികയാണ്. അല്ല, ഇപ്പോൾ ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിലായതൊരു പ്രശ്നമാകുന്നത് അയ്യപ്പ സംഗമം പോലത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആരും എന്തും ചെയ്യും, ഏത് രാഷ്ട്രീയ പാർട്ടികളും എന്തും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള ടൂളായിട്ട് ഇദ്ദേഹം മാറിയോ? ഇങ്ങനൊരു 100,000 ചോദ്യങ്ങളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഇത്രയ്ക്ക് ലാഘവത്തോട് കൂടിയിട്ട് ഈ സ്വർണവും ശബരിമലയും അതിൻ്റെ സംവിധാനങ്ങളും ട്രീറ്റ് ചെയ്യപ്പെടുമോ എന്ന സംശയം വലുതായിട്ട് വരുന്നു. പിന്നെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കേരളത്തിലെയും വലിയ ആളുകൾ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന വിശ്വാസം, സ്വർണ്ണത്തെക്കാൾ വലുതായിട്ട് മൂല്യവത്തായിട്ട് കാണുന്ന വിശ്വാസത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണവും പണവും ഒക്കെ ദേവസ്ഥാനത്ത് സമർപ്പിക്കുന്ന മനുഷ്യർക്കിടയിൽ കൊടുത്ത സ്വർണ്ണം എടുത്തിട്ട് വീണ്ടും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഒരാൾ പോകുമോ? അങ്ങനെയാണെങ്കിൽ അയാൾ എന്തുതരം വിശ്വാസിയായിരിക്കും? ഇനി അയാൾ അങ്ങനെ കുറ്റപ്പെടുന്നതിന് മുമ്പ് ഇതങ്ങനെ സംഭവിച്ചതായിരിക്കില്ല, വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കുമോ? അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ പക്ഷേ 4.5 കൊല്ലം അങ്ങനെ ഇയാൾ അറിയാതിരിക്കുമോ? ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങളാണ് മുന്നിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർഷ, റൈറ്റ്. ഇത് സനീഷ്, സെപ്റ്റംബർ 20 ഈ അയ്യപ്പ സംഗമം നടക്കുന്നതല്ലോ. അതിനു മുൻപാണ് ഈ വിവാദം ആരംഭിക്കുന്നത് എന്നത് തീർച്ചയായും നമ്മൾ നോട്ട് ചെയ്തു പോകേണ്ട സംഗതി തന്നെയാണ്. അതിലെവിടെയെങ്കിലുമൊക്കെ ഒരു ആലോചനയോ വേണമെങ്കിൽ ഗൂഢാലോചനയോ എന്ന് പറയാവുന്ന സംഗതി നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ സംശയിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാനാവില്ല. കാരണം
ഇപ്പം നടക്കുന്ന മൊത്തം ചർച്ചകൾ എടുത്ത് പരിശോധിച്ചാലും മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാലും മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ എന്താണ്? സ്വർണ്ണപ്പാളി. നമ്മൾ പോലും ആദ്യം കൊടുത്തത് എന്താണ്? സ്വർണ്ണപ്പാളി വിവാദം എന്നതാണല്ലോ നമ്മൾ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ ആ ശബരിമലയുടെ ദൃശ്യവും സ്വർണ്ണപ്പാളി എന്നുകൂടെ കേൾക്കുമ്പം നമ്മളുടെ മനസ്സിലുണ്ടാവുന്നത് എന്താണ്? അങ്ങനെ ആ ഒരു ദ്വാരപാലകൻ ഇങ്ങനെ ആകെപ്പാടെ സ്വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ആകെപ്പാടെ ഈ ദ്വാരപാലകനെ അപ്പാടെ പൂശിയിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് എന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്ന കണക്ക് അനുസരിച്ചാണെങ്കിൽ, അത് മാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയ കണക്ക് അനുസരിച്ച് ആണെങ്കിൽ, അത് മുമ്പ് തന്നെ ഈ ഏതാണ്ട് 50 പവനിൽ താഴെയുള്ളൂ. 50 പവനിൽ താഴെ, അതായത് 4.5 കിലോ കാണാതായി എന്ന ചർച്ച നടക്കുന്ന ഈ സംഗതിയിൽ ആകെപ്പാടെ ഉള്ളത് 50 പവൻ സ്വർണ്ണമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 4.5 കിലോ പോയിരിക്കുന്നത് സ്വർണ്ണമല്ല. അതുമാത്രമല്ല, അത് ഈ പറഞ്ഞതുപോലെ ചെമ്പ് അല്ലെങ്കിൽ പിത്തളയോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതാണ് മുമ്പുണ്ടായിരുന്ന സംഗതി. അപ്പോൾ ഈ ദ്വാരപാലകരെ പൊതിഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതിൽ പൂശിയ സ്വർണത്തിൻ്റെ അളവ് എന്നത് 49 പവനും കുറച്ചുകൂടി, അതായത് 50 പവനിൽ താഴെയാണ് മൊത്തം പൂശിയിരിക്കുന്നത് സംഗതി. വലിയതാണ്. അപ്പോൾ അതെ. പക്ഷേ നമ്മൾ അതല്ല ഇതിനകത്ത് ഉണ്ടാവുന്ന ചർച്ചയിലല്ലോ പ്രശ്നം. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലും പിന്നീട് വരുന്ന ചർച്ചകളിലുമെല്ലാം എത്രയോ സ്വർണം കാണാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും മൂല്യമുള്ളത് തന്നെയാണ്. അതിനകത്ത് അല്ല 50 പവൻ പോയിട്ടില്ലല്ലോ. അല്ല 49 ആണല്ലോ ആകെ. അല്ല, അതിനകത്ത് 4.5 കിലോ പോയി എന്നുള്ള ഒരു പോയിന്റ് ഇതിന്റെ ചർച്ചയ്ക്കുണ്ട്. അതിനകത്തൊരു ക്ലാരിറ്റി വേണം. 4.5 കിലോ സ്വർണ്ണം അല്ല പോയിരിക്കുന്നത്. അതിലാകെ ഉണ്ടായിരുന്നത് 50 പവൻ സ്വർണ്ണത്തിൽ താഴെയാണ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി അല്ല, അതങ്ങനെയാണെങ്കിൽ അതായത് 50 പവൻ വെച്ചാൽ 50 ലക്ഷത്തിനടുത്താണ് ഒരു പവന്. അതല്ല, 50 പവനിൽ എത്ര പോയി? 2 പവൻ പോയാലും അല്ല, 2 ലക്ഷമായി. ആയിക്കോട്ടെ. ഇത് ഞാൻ പറഞ്ഞത് ഇത് മറ്റേ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം പോയ പോലെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ആരോപണം. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ കള്ളൻ എന്നാണ് പ്രശാന്തിനെ ആ നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് ഹർഷം പറയുന്ന പോയിന്റ് എനിക്ക് പിടികിട്ടുന്നു. പക്ഷെ കേൾക്കുന്ന ആളുകൾ അതിന്റെ ഗൗരവം കുറക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതായത് ഇതിനകത്ത് ഈ നമ്മളൊരു പൊതുസ്ഥലത്തേക്ക്, അതും ഒരു ദേവസ്ഥാനത്തേക്ക് കൊടുത്തിരിക്കുന്ന 1 പവനാണെങ്കിൽ 1 പവൻ പോയാൽ അത് ഗൗരവതരമായ മൊത്തം പറയട്ടെ. അതായത് ഇതിൽ അവിടെ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതെന്താ വീഴ്ച എന്നറിയോ? അത് ഇപ്പോഴുള്ള വീഴ്ചയല്ല, കാലങ്ങളായി അവിടെ നടക്കുന്ന വീഴ്ച. കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല, ഇത് ഡിജിറ്റലായി സൂക്ഷിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഇതിന്റെ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നില്ല. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഉത്തരം പറയണം ദേവസ്വം ബോർഡ്. പക്ഷേ ഇവരെല്ലാവരും ആവർത്തിച്ച് ഇന്നിപ്പോൾ വി മുരളീധരൻ്റെ വാർത്താ സമ്മേളനത്തിലും കണ്ടു, സ്വർണ്ണം ആവിയായി പോകുന്നു, സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നു. സ്വർണ്ണം എന്ന് അവതരിപ്പിക്കും. മലയാളിയെ സംബന്ധിച്ച് സ്വർണ്ണം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ സനീഷും പറഞ്ഞില്ലേ 2 പവനെങ്കിൽ 2 പവനെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ അളവ് പറഞ്ഞു തന്നെ പോകണം. കാരണം ഈ 4.5 കിലോ എന്നതിലാണ് എല്ലാവരും നിൽക്കുന്നത്. 4.5 കിലോ സ്വർണം പോയിട്ടില്ല. 50 പവൻ പൂശിയത് അങ്ങനെ തന്നെയുണ്ട്. അതിനകത്തുനിന്ന് 4.5 കിലോ പോയതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടെ 50 പവനേ ഉള്ളൂ. ഇനി ഈ പീഠമാണല്ലോ കാണാതെ പോയത്, മറ്റേത് അവിടെ ഉണ്ട്. ഈ 4.5 കിലോ ഈ തൂക്കത്തിൽ മൊത്തത്തിൽ പണിക്കുറ്റമാണെന്ന് പറയുന്നു. തൂക്കത്തിൽ മൊത്തത്തിൽ കുറവ് വന്നത്, അത് സ്വർണ്ണമല്ല കുറവ് വന്നിട്ടുള്ളത്, അതവിടെ ഉണ്ട്. ഇനി താഴത്തെ പീഠത്തിലാകെ പൂശിയത് 3 പവനാണ്. ഈ കാണാതെ പോയി ഇപ്പോൾ വീട്ടിൽ കണ്ടെടുത്തു എന്ന് പറഞ്ഞില്ലേ, ഏതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവിടുന്ന് കണ്ടെടുത്തു എന്ന് പറയുന്നത്, അത് 3 പവനാണ് അതിലുള്ളത്. അപ്പോൾ ഈ സ്വർണം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ല അവിടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. മറ്റൊരു വിവാദം ഉണ്ടാക്കുക, ഒരു പ്രശ്നം അവിടെ ആഗ്രഹിച്ചിരുന്നത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കാം. പക്ഷേ അന്നേരം അത് വിവാദമല്ലാതെ സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമാണ് എന്ന് എൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് എനിക്ക് ചിന്തിച്ചിട്ട് തോന്നുന്നില്ല. കാരണം ഇത് കൊടുത്ത കക്ഷി അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്ത കക്ഷി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഇയാൾ തന്നെയാണ് ഈ 50 പവൻ ഇവിടെ പൂശാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൽ ചില നിറം മങ്ങിയപ്പോൾ കൊണ്ടുപോയി അതിൽ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണല്ലോ ചെയ്തിരിക്കുന്നത് ഈ സംഗതി. അത് കൊണ്ടുപോയി പൂശിയിട്ട് തിരികെ വരുമ്പോൾ ഇതിൻ്റെ തൂക്കത്തിൽ, ആകെ തൂക്കത്തിലുള്ള 4.5 കിലോയുടെ കുറവ് അത് പണിക്കുറ്റമാണ് എന്ന് പറയുന്നു. ബാക്കി ഈ പീഠമാണ് കാണാതെ പോയത്. പീഠം കൊണ്ടുപോകുന്നതിന് കാരണം എന്താണ്? അത് ഫിക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് നെട്ടും ബോൾട്ടും ഫിക്സ് ആവുന്നില്ല, അതിൻ്റെ വലിപ്പമായിട്ട് ചേർന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് പീഠം ഈ വാസുദേവൻ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായിട്ടുള്ള ആൾ ഇത് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഇത് വാസുദേവൻ്റെ കയ്യിലിരുന്നതാണെങ്കിൽ പോലും അത് വലിയ വീഴ്ചയാണ്. ആ കാര്യത്തിൽ അയാൾ ഉത്തരം പറയേണ്ടതാണ്. അതിനകത്ത് നിയമപരമായ നടപടി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മൾ പറയുന്ന വലിപ്പം, ഇത് കൽപ്പിക്കുന്ന വലിപ്പം എന്ന് വെച്ചാൽ ശബരിമല ആയതുകൊണ്ട് അതിനൊരു വലിപ്പം കൽപ്പിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇതിലെ സ്വർണത്തിൻ്റെ അളവ് വളരെ കുറവാണെന്നുള്ളതാണ് ഒന്നാമത്തെ എൻ്റെ പ്രശ്നം. രണ്ടാമത്, അവിടെ ഈ ഏത് കാലത്താണ് ഇത് സ്വർണ്ണപ്പാളി എവിടെ ഉണ്ടായത്, ഇതിന് വെളിയിലുണ്ടായത് എന്നതടക്കമുള്ളത് പരിശോധിക്കപ്പെടണം. കാരണം
ഈ ഇപ്പോൾ പറയുന്നുള്ളൂ 98 ഇതെല്ലാം സ്വർണ്ണം പൂശിയതാണ്. അങ്ങനെയല്ല, അതിൻ്റെ അകത്തെ കണക്കുകൾ ഞാൻ നോക്കി, അതിനകത്ത് രേഖകൾ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ 1998 വിജയമല്യയാണ് ഇതിൻ്റെ മേൽക്കൂര, വാതിലുകൾ, ഞാൻ പറയാം ചുമര്, ഇത്രയാണ് സ്വർണ്ണപ്പാളി കൊണ്ടുവച്ചത്. അത് അവിടെ വിജയമല്യയുടെ പടം വെക്കണം, പേര് വെക്കണം എന്നൊക്കെ ആവശ്യമുണ്ടായിരുന്നു, അത് സമ്മതിച്ചില്ല അന്ന്. അങ്ങനെയാണ് താഴെ പമ്പയിൽ കൊണ്ടുവന്ന് സ്വർണ്ണപ്പാളിയിൽ പേര് വെച്ചാണ്, അവിടെയാണ് നാട്ടുകാരെല്ലാം പേര് എഴുതി കളിക്കുന്നു എന്ന് നമ്മൾ പണ്ട് പറഞ്ഞത്. അപ്പോൾ ഈ മുകളിൽ അന്ന് ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇത് സ്വർണത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല 98 അന്നത്തെ കണക്കനുസരിച്ചാണെങ്കിൽ. ഇപ്പോൾ പക്ഷേ ഒരു ആരോപണത്തിന് വേണ്ടി, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് രാഷ്ട്രീയ നേതാക്കൾ ഇതിങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തെറ്റ് ചെയ്ത് അയാൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അങ്ങേര് തന്നെ കൊടുത്ത സാധനം അങ്ങേര് അടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വസ്തുത തെളിയണം, അതിനുശേഷം വേണം. ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ആ ആരോപണം നിലനിൽക്കണമെങ്കിൽ അതിലും വസ്തുത തെളിയണം. 2, സർക്കാർ പ്രശാന്തിനെതിരെ ഈ ആരോപണം എല്ലാം ഉന്നയിച്ചത്, ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് ഇത് അടിച്ചുകൊണ്ട് പോയത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ് എന്ന മട്ടിൽ ഉയർന്ന ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ദേവസ്വം ബോർഡിന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നടപടിക്രമം പാലിക്കുക മാത്രമായിരിക്കും. അതിനപ്പുറത്ത് ബാക്കി പറയുന്നതെല്ലാം അതിനകത്ത് ഇത് ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒരു 75% അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എനിക്ക് പക്ഷേ ഹർഷൻ പറഞ്ഞത് വെച്ചിട്ടേ ഇതിന് ഗൗരവം കൂടിയതായിട്ടാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഈ 3.5 പവൻ മാത്രമേ ഇത് കൊണ്ടുപോയിട്ടുള്ളൂ. 3.5 പവൻ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിനോട് സാധൂകരിക്കും. അതായത് അവിടെ കൊടുത്തത് തിരിച്ചെടുക്കുമ്പോൾ ഒരു 35 50 പവൻ്റെ മൂല്യമുള്ള വിശ്വാസത്തോട് ചേർന്നൊരു സംഗതിയാണ് മൂപ്പര് കൊണ്ടുപോകുന്നത്. അതായത് അവിടെ കൊണ്ടുപോകുന്ന 3.5 പവനല്ല, ശബരിമല സ്ഥാനത്ത് ആ ദേവസ്ഥാനത്ത് കൊണ്ട് 4.5 കൊല്ലം വെച്ച ഒരു സ്വർണം. ആ സ്വർണത്തിൻ്റെ മൂല്യം, ആ വിശ്വാസപരമായ മൂല്യം എന്നതിനൊക്കെ അത് 3 or 10 ഇരട്ടിയായിട്ട് കൂടി കഴിഞ്ഞു. അത് അവിടെ വെച്ചിട്ട് പൂജിച്ചാൽ വിശ്വാസപരമായ ചില സംഗതിയുണ്ട്. ഇതൊക്കെ സംശയമാണ്. അതായത് ഒരുപക്ഷെ ഇവിടെ നിന്ന് അതായത് ശബരിമലയിൽ മേൽശാന്തിയായിട്ട് ഒരാൾ ചുമതലയേറ്റാൽ 1 വർഷം കഴിഞ്ഞ് മല ഇറങ്ങി കഴിയുമ്പോൾ ആ മേൽശാന്തിക്ക് വലിയ ഡിമാൻഡാണ് അദ്ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കാൻ. കാരണം അത്രയും നാളും ദേവന്റെ അടുത്തിരുന്ന ആളാണല്ലോ എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് അവിടെ ഇരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ധാരാളം ചെമ്പും 3.5 പവൻ സ്വർണവുമുള്ള ആ പാളിയും എടുത്തുകൊണ്ട് പോയാൽ അത് വെച്ച് പൂജിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കും എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടോ, അങ്ങനെ ചെയ്തതാണോ, അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ അതുകൂടെ പറയാം. അതായത് ഒന്ന് ഗൗരവം കൂടുകയാണ്, 2 ഈ സംവിധാനം എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അവിടെ കൊടുത്ത ഒരു സംഗതി, ഇപ്പൊ ഞാൻ ശബരിമലയിൽ കൊടുക്കുന്ന ഒരു സംഗതി, അത് പിന്നീട് പൊതു സംഗതിയായി സ്വത്തായിട്ട് മാറിക്കഴിഞ്ഞു. അതിന്റെ നടത്തിപ്പുകാർ ദേവസ്വം ബോർഡാണ്, അല്ലെങ്കിൽ ശബരിമല ഭരണസമിതിയാണ്. അപ്പോൾ അത് തിരിച്ച് ഞാനൊന്ന് ശരിയായി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാനത് കൊടുത്തതോടുകൂടി വിശ്വാസപരമായിട്ടും ഞാനത് ദേവനെ സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ മറ്റേ സാമൂഹ്യപരമായിട്ടുള്ള ആംഗിളിൽ നോക്കിയാലും അത് എൻ്റേതല്ല ഇതായി മാറിക്കഴിഞ്ഞു. അത് പോയി പരിഹരിക്കാനും ഞാൻ തന്നെ അതിനൊരു പ്രശ്നമുണ്ട്. അതിന്റെ നിറം മങ്ങിയെന്ന് ദേവസ്വം ബോർഡാണ് ഇദ്ദേഹത്തെ അറിയിക്കുന്നത്. കാരണം ഇദ്ദേഹം തന്ന സാധനം, നിങ്ങൾ സാധനത്തിന്റെ നിറം മങ്ങി, അപ്പോൾ ശരി എങ്ങനെയാണെങ്കിൽ തിരിച്ചു തരും, ഞാൻ തരാം. അതായത് നിറം മങ്ങി ഞാൻ ശരി നന്നാക്കി കൊണ്ടുവരാന്ന് പറയുമ്പോൾ എന്റെ കൂടെ സ്വർണ്ണമല്ലേ കൊടുത്തേക്കുന്നത്. തീർച്ചയായും വേണം, അതിനെ ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ ആ നടപടിക്രമങ്ങൾ, അതിനകത്ത് എനിക്ക് സംശയമില്ല, നടപടിക്രമങ്ങളിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടാവാം. ബാക്കി ഇതെല്ലാം ഈ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് വലിപ്പം. ഈ പറഞ്ഞ സനീഷ് പറഞ്ഞതുപോലെ വേറൊരു തരത്തിൽ അതിനെ ഈ പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കാമായിരിക്കും. മാത്രമല്ല ഒരു വാർത്തയുടെ സാധ്യത അതിന് വലിപ്പം കൂടി നിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും കുറച്ച് നാളുകൂടി അത് കൊണ്ടു നടക്കാം. പക്ഷേ ആത്യന്തികമായി കൂടുതൽ ഒരു സംശയം വേണ്ട. അതായത് ഞാൻ ആദ്യം തുടക്കം പറയാം, ശബരിമലയുടെ മൂല്യം, സ്വർണത്തിന്റെ മൂല്യം, ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞു, അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ചെയ്തു, തെരഞ്ഞെടുപ്പ് കാലത്തിലെ വിവാദം ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധാനം, സുഘടിതമായിട്ടുള്ള സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് ഇനിയിപ്പോൾ ഈ സ്വർണം കുറവാണെങ്കിലും ഒരുപാട് സ്വർണവും സ്വത്തും വന്ന് കുമിയുന്ന ഒരു ദേവസ്ഥാനത്ത് നിന്ന് ഇത്രയ്ക്ക് നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ സംവിധാനം കൊണ്ടുപോകുന്നതെങ്കിൽ അതായത് ഇതുവരെ എങ്ങനെയാണോ നടന്നത് അത് ആ മട്ടിലല്ലേ അത് തുടരുള്ളൂ. മുമ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചല്ലേ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും. നമുക്ക് ഒരു പ്രശ്നവും അതല്ല ഞാൻ പറഞ്ഞത്, മുമ്പ് എങ്ങനെയാണോ ആ മട്ടിലെ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അതിനകത്തൊരു ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ അയ്യോ ഇത്ര നിസ്സാരമായിട്ട് ചെയ്ത ശരിയാണോ എന്ന് തോന്നിക്കത്തക്കതാണെങ്കിൽ അത് തിരുത്തണം എന്നുള്ളത് ഒഴിച്ചാൽ ഇത് കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് പരമാവധി കൊണ്ടുപോയാൽ 50 പവനാണ്. അതല്ലാതെ അല്ല, ഇത് കേൾക്കാം 4.5 കിലോ എല്ലാ മാധ്യമങ്ങളും 4.5 കിലോ പോയിട്ടില്ലെന്ന്. 50
4,000 രൂപയാണ്. അത് അങ്ങനെ സ്ഥാപിക്കല്ലേ. 50 പവൻ അതായത് പരമാവധി കൊണ്ടുപോയാലും ഞാൻ പറയുക 10 പവൻ. അത് കൊണ്ടുപോയിട്ടില്ല. 5 പവൻ. എത്ര കൊണ്ടുപോയാലും പ്രശ്നമാണ്. അതിനകത്തൊന്നും സംശയമില്ല. അതൊക്കെ അന്വേഷണം തെളിയേണ്ടതാണ്. പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കൽപ്പിച്ചു കൊടുക്കുന്ന വലുപ്പം ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് കോടതി, പ്രതിപക്ഷം, മാധ്യമങ്ങൾ ഇതിന്റെ മുകളിൽ ഉയർത്തുന്ന അമിത ഗൗരവത്തെ വളരെ സീരിയസ് ആയിട്ടും കൊള്ളാം, അങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നടക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ കാര്യം, അവസാനം ഈന്തക്കുപ്പഴത്തിനകത്തുള്ള കുരു പോലെ 4 വർഷമായി ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണം പൂശിയ പീഠത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. പക്ഷേ ശബരിമല ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ ഒരാളും അത് അറിഞ്ഞതേയില്ല. എന്തുദ്ദേശത്തോടെയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതിയായി ഇത് പറയുമ്പോഴാണ് ഇക്കാര്യം പുറത്തറിയുന്നത് എന്നത് വിചിത്രമാണ്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ സൂക്ഷിപ്പ് രജിസ്റ്ററും രേഖയും ഇല്ലാത്ത ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണോ എന്ന് കോടതി ചോദിക്കുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ കണ്ട സംശയത്തിലാണ് കോടതി ഈ സംശയം ഉന്നയിക്കുന്നത്. എവിടെയാണ് ഈ പറയുന്ന പീഠം എന്നുള്ള കാര്യം, ആ നിലവറയിലെ പീഠം എവിടെ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ സംശയങ്ങളും അത് കാണാനില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരവും പരിഹാരവും വേണമെന്ന് RDXും കരുതുകയാണ്. രണ്ടാമത് ഈ സ്വർണ്ണപീഠം ഒളിച്ചും പാത്തും വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മിന്നൽ മുരളി സിനിമയിലെ ഗുരു സോമസുന്ദരത്തിൻ്റെ കഥാപാത്രത്തെ പോലെ ഇദ്ദേഹം പെട്ടെന്നൊരു വിളിയാണ്, നാട്ടുകാരെ ഓടി വരൂ സ്വർണ്ണപീഠം കാണുന്നില്ലേ എന്ന് നമുക്ക് വേണമെങ്കിലും സംശയിക്കാം. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വലിയ പരിപാടി നടത്തുന്നതിന് 3-4 ദിവസം മുമ്പ്. അതൊരു സ്വാഭാവിക പരാതിയായി നമുക്ക് ആർക്കും ഏതായാലും തോന്നുന്നില്ല. എല്ലാം എന്തായാലും കലങ്ങി തെളിയട്ടെ, പീഠം കട്ടതാര് എന്ന് വെളിവാകട്ടെ. അടുത്ത വിഷയത്തിലേക്ക്.